റേഡിയോ കൊച്ചി 90 FM ഇപ്പോൾ കേൾക്കാം വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി അക്ഷരങ്ങൾ പറയുന്നതും നക്ഷത്രങ്ങൾ മിന്നുന്നതും. നിർവഹണം വിജോഷ് സെബാസ്റ്റ്യൻ. എല്ലാവർക്കും നമസ്കാരം. വായനാ ദിനത്തിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു. എൻ്റെ പേര് വിജോഷ്. ഞാനൊരു അധ്യാപകനാണ്. വായനയെ ഇഷ്ടപ്പെടുന്ന, എല്ലാവരും വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. എല്ലാ വർഷവും ജൂൺ 19 നമ്മൾ വായനാ ദിനം ആഘോഷിക്കുന്നു. തീർച്ചയായും ആഘോഷിക്കപ്പെടേണ്ട ഒരു ദിവസം തന്നെയാണ്. പക്ഷേ ആഘോഷിക്കുക മാത്രമാണോ വായനാ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ ദിവസം നമ്മൾ ആചരിക്കുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന വായനാ അനുഭവങ്ങൾ ഉണ്ടാവുന്ന ദിവസങ്ങളായി മാറണം. ജീവിതചര്യയായിട്ട് മാറണം. വായന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. എല്ലാ ദിവസവും വായനയെ നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കണം. അങ്ങനെ ആഘോഷിക്കപ്പെടേണ്ട ഒരു ദിവസത്തിനപ്പുറത്ത് ആചരിക്കപ്പെടേണ്ട ഒരു കാര്യമായി വായനയെ മാറ്റുക എന്നുള്ളതാണ് ഈ ദിനത്തിൻ്റെ പ്രാധാന്യം. അത് തന്നെയാണ് ആദ്യമായി തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എല്ലാവരാലും സ്നേഹിക്കപ്പെടാനാണ്. അതാണ് നമ്മുടെ സന്തോഷവും. കാരണം ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മനുഷ്യത്വപരമായ പെരുമാറ്റമാണ്, അല്ലേ? നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചും നമ്മൾ അങ്ങനെ ചെയ്യണ്ടേ? ഒരു മനുഷ്യനെ അറിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ജീവിത പഠനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മനുഷ്യനെ അറിയാൻ നിങ്ങളെ ഒക്കെ പ്രാപ്തനാക്കുന്ന ഒരു കാര്യമാണ് വായന. ഒരു വായനയിലൂടെ ഒരു കഥ വായിക്കുമ്പോൾ, ഒരു കവിത വായിക്കുമ്പോൾ, ഒരു ലേഖനം വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളും അതിലെ കഥാതന്തുവും അതിലെ സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ആ കഥാപാത്രത്തിൻ്റെ ദുഃഖവും സന്തോഷവും ഒക്കെ നമ്മുടെ ദുഃഖമായി മാറുന്നു. നമ്മൾ ആ മനുഷ്യനെ അറിയുന്നു, നമ്മൾ ആ മനുഷ്യനായി മാറുന്നു. ചിലപ്പോൾ ചില കഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരാറില്ലേ? ചിലപ്പോൾ നമുക്ക് സന്തോഷം തോന്നാറില്ലേ? അതിന് കാരണം എന്താണ്? നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ വികാരത്തോട് അനുരൂപരായിത്തീരുന്നു, അതേപോലെ ആയിത്തീരുന്നു. അപ്പോൾ ഒരു നല്ല വായനയ്ക്ക് മനുഷ്യന്മാരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. അപ്പം മനുഷ്യനെ മനസ്സിലാക്കാൻ, മനുഷ്യത്വമുള്ളവരായി തീരാൻ ഒരു വ്യക്തിയെ പ്രാപ്തമാക്കുന്ന ഹൃദയം കൊണ്ടുള്ള മനോഹരമായ പ്രവർത്തനമാണ് വായന. തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കണം. ഒരു പഴുത്ത മാങ്ങ കഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? അത് നല്ല രുചി ഉണ്ടാവണം, നല്ല മധുരം ഉണ്ടാവണം, അല്ലേ? അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത്? അതുപോലെയാണ് ഒരു മനുഷ്യൻ എന്നോട് സംസാരിക്കുമ്പോൾ, എന്നോട് പെരുമാറുമ്പോൾ ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന എന്താ? മധുരതരമായി പെരുമാറാൻ അയാൾക്ക് കഴിഞ്ഞെങ്കിൽ, തീർച്ചയായിട്ടും അങ്ങനെ മധുരതരമായി പെരുമാറാൻ നമുക്കും കഴിയണമെങ്കിൽ നമ്മൾ അയാളെയും മനസ്സിലാക്കിയിരിക്കണം, നമ്മളെയും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ മനുഷ്യനെ മനസ്സിലാക്കാൻ, ഈ ജീവിതം മനസ്സിലാക്കാൻ ഏറ്റവും മനോഹരമായ മാർഗം വായന എന്നുള്ളതാണ്. വായനയിലൂടെ നമുക്ക് മനുഷ്യത്വത്തിലേക്കുള്ള എളുപ്പ വഴി സാധ്യമാകും. ഞാൻ വെറുതെ പറയുന്നതല്ല. കാലക്രമേണ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വായന വരുന്ന മാറ്റങ്ങൾ വലിയ 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 മാറ്റങ്ങളാണ്. അതിനൊരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും. അപ്പോൾ വായനയുടെ ആദ്യത്തെയും പരമപ്രധാനവുമായ ലക്ഷ്യവും ഫലവും എന്താണെന്നറിയോ? നമ്മളെ നല്ല മനുഷ്യരാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയുണ്ട്. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, പൊള്ളയായ ഫലത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ആ കവിത അവസാന ഭാഗത്ത് ഇങ്ങനെയാണ്: മാറി മാറി മറഞ്ഞ കാലം മാറി മറയുമ്പോൾ, മാറിനുള്ളിലെരിഞ്ഞ ദീപമണഞ്ഞിടല്ലുണ്ണി, മാറി മാറി മറഞ്ഞ കാലം മാറി മറയുമ്പോൾ, മാറിനുള്ളിലെരിഞ്ഞ ദീപമണഞ്ഞിടല്ലുണ്ണി. നന്മകൾക്ക് നിറം കെടുന്ന ഈ കാലത്ത് തീർച്ചയായിട്ടും നമുക്ക് പകച്ചു നിൽക്കേണ്ടി വരും. എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരും. അങ്ങനെ നമുക്ക് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വന്നിട്ടില്ലേ? ഇല്ലേ? അപ്പോൾ അതിനുള്ള പരിഹാരമാർഗം എന്താ? മാറിൻ്റെ ഉള്ളിൽ എരിയുന്ന ആ മനുഷ്യത്വം എന്ന ദീപം കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എത്ര വയസ്സനായാലും എത്ര പ്രായമായാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നന്മയുടെ ദീപം ഉണ്ട്. ആ ദീപം മനുഷ്യത്വത്തിൻ്റെ ദീപമാണ്. ആ തിരി കെടാതെ സൂക്ഷിച്ചാൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ആ നന്മയുടെ തിരിയെ കെടാതെ സൂക്ഷിക്കുന്നത് നല്ല വായനാ അനുഭവങ്ങളാണ്. നല്ല വായനാ അനുഭവങ്ങൾക്ക് മനുഷ്യനെ
അവൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക്, മനുഷ്യത്വത്തിലേക്ക് നിലനിർത്താനും വളർത്താനും സാധിക്കുമെന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക. ഇനി ഞാൻ പറയുന്നത്, നല്ല മനുഷ്യരാക്കാൻ വായനയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യനെ ദൈവതുല്യരാക്കാനും വായനയ്ക്ക് സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം, അല്ലെങ്കിൽ ദൈവം ചെയ്യുന്നത് എന്താ? സൃഷ്ടികർമ്മമാണ്, അല്ലേ? പലപ്പോഴും പുതിയതായി സൃഷ്ടിക്കുന്നവനെയാണ് നമ്മൾ ദൈവമെന്ന് വിളിക്കുന്നത്. നല്ല വായനയുള്ളവന് പുതിയ സൃഷ്ടികർമ്മങ്ങൾ നടത്താനാവും. കാരണം അവൻ്റെ ചിന്തകൾ വളരും, വേറിട്ട കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. നമ്മളതിനെ ക്രിയേറ്റിവിറ്റി എന്ന് വിളിക്കും, അല്ലേ? സൃഷ്ടിപരത്വം. ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യം പറയുമ്പോൾ, ഇതുവരെ ഇല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ, ഇതുവരെ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ, അപ്പോൾ അതിലൊക്കെ എന്തുണ്ടെന്ന് നമ്മൾ പറയും? ക്രിയേറ്റിവിറ്റി ഉണ്ടെന്ന് പറയും. സംതിങ് സ്പെഷ്യൽ ആണെന്ന് നമ്മൾ പറയും. അങ്ങനെ സംതിങ് സ്പെഷ്യലായി ജീവിക്കുന്ന ആളുകളാണ് ശ്രദ്ധേയരായ ആളുകളാവുന്നത്, ജീനിയസ് ആവുന്നത്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളാവുന്നത്. അങ്ങനെ സംതിങ് സ്പെഷ്യൽ ആവണമെങ്കിൽ വായന വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം വായന ചിന്തകൾ ഉണർത്തുന്നു. വേറിട്ട കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങൾ കാണാൻ നമ്മൾക്ക് വായന കൊണ്ട് സാധിക്കുന്നു. അങ്ങനെ പുതിയ ചിന്തകളും പുതിയ ആശയങ്ങളും പുതിയ മരുന്നുകളും പുതിയ വസ്തുക്കളും ഒക്കെ ലോകത്തിൽ ഉണ്ടാവുന്നത് ഈ ക്രിയേറ്റിവിറ്റി കൊണ്ടാണ്. അങ്ങനെ മനുഷ്യന്റെ ചിന്തയിൽ പുതുതായി കാര്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ മികച്ച വായന കൂടിയേ തീരൂ. ഞാനൊരു ഉദാഹരണം പറയാം. സ്കൂളിൽ ആനയെക്കുറിച്ച് പഠിപ്പിക്കുന്നു എന്ന് കരുതുക. ആന കരയിലെ ഏറ്റവും വലിയ മൃഗമാണ്. ആനയ്ക്ക് 4 കാലുകളുണ്ട്. അങ്ങനെ ടീച്ചർ നമുക്ക് ഓരോ പോയിന്റായിട്ട് എഴുതി തരും. പരീക്ഷയ്ക്ക് ആ ചോദ്യം വന്നു വിചാരിക്കുക. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെ ടീച്ചർ പറഞ്ഞു തന്ന പോലെ എഴുതും, അല്ലേ? ആനയ്ക്ക് 4 കാലുകളുണ്ട്, ആന കരയിലെ ഏറ്റവും വലിയ മൃഗമാണ്. പക്ഷെ വേറെ ഒരു കുട്ടി ഇങ്ങനെയാണ് എഴുതിയത്: വെള്ളിയൂർക്കാവ് അമ്പലത്തിൽ പോയപ്പോഴാണ് ഞാൻ ആനയെ ആദ്യമായി കണ്ടത്. എന്ത് രസമാണ് അതിനെ കാണാൻ. വലിയ ഗ്രൗണ്ട് പോലെയുള്ള അതിൻ്റെ ശരീരം, വലിയ തൂണുകൾ പോലെയുള്ള അതിൻ്റെ കാലുകൾ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇങ്ങനെ ഒരു കുട്ടി എഴുതിയാൽ എന്ത് രസമാണ് വായിക്കാൻ. ടീച്ചർ പറഞ്ഞ എല്ലാ പോയിന്റും ഉണ്ട് താനും വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിന് നമ്മൾ എന്ത് വിളിക്കും? സംതിങ് സ്പെഷ്യൽ എന്ന് വിളിക്കും, അല്ലേ? ക്രിയേറ്റിവിറ്റി എന്ന് വിളിക്കും. ആ കുട്ടി പുതുതായി ഒന്ന് സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടാവിൻ്റെ ഒരു റോളിലേക്ക്, ദൈവത്തിൻ്റെ ഒരു റോളിലേക്ക് മനുഷ്യനെ മാറാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വായനയിലൂടെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരുപാട് കഥാപാത്രങ്ങളും കഥാതന്തുക്കളും നമ്മൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുകയല്ല ചെയ്യുന്നത്, അല്ലേ? സിനിമ കാണുമ്പോൾ എങ്ങനെയാ? ഒരു കഥ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. കഥാപാത്രങ്ങൾ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ കുഞ്ചാക്കോ ബോബൻ്റെയോ ഒക്കെ രൂപത്തിൽ ഇങ്ങനെ എൻ്റെ നായകൻ ഇങ്ങനെ കാണുകയാണ്. വളരെ എളുപ്പമാണ്, തലച്ചോറിന് വലിയ പണിയൊന്നുമില്ല. പക്ഷെ കഥ വായിക്കുമ്പോൾ അങ്ങനെയാണോ? അല്ല, നമ്മളതൊന്നും കാണുന്നില്ല. നായകന്റെ മുഖം നമുക്കറിയില്ല, നായകന്റെ രൂപം നമുക്കറിയില്ല, കഥാ പശ്ചാത്തലം നമുക്കറിയില്ല. അത് വിവരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ തലച്ചോറിൽ ചിന്തിക്കുകയാണ്, ഇതാ ഇങ്ങനെയാണ്, ഇതായിരിക്കും. അപ്പോൾ നമ്മുടെ ചിന്തകൾ ഉണരുന്നു. ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കുമോ മറ്റു പലരും ചിന്തിക്കുന്നത്? അല്ല, വേറിട്ട ചിന്തകൾ ഉണ്ടാവുന്നു പലർക്കും. അങ്ങനെ വേറിട്ട ചിന്തകളാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും പുതിയ ചിന്തകൾക്കും ഒക്കെ കാരണമാവുന്നത്. പുതിയ തത്വശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ഇപ്പൊ കുഞ്ഞി കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങളിൽ പുതുമ ഉണ്ടാക്കാൻ വായനയ്ക്ക് കഴിയുമെന്ന് മനസ്സിലായില്ലേ? അപ്പൊ മനുഷ്യൻ ആരായി മാറുന്നു? ദൈവതുല്യനായി മാറുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ? അപ്പോൾ നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. പുസ്തകം മാത്രമല്ല വായിക്കുന്നത്, അതിലെ മനുഷ്യരെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ മനുഷ്യരുടെ വികാരങ്ങളെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ മനുഷ്യരെ മാത്രമല്ല വായിക്കുക. നല്ല വായനക്കാരന് പുഴയെ, മണ്ണിനെ, അങ്ങനെ ജീവിതത്തെ മുഴുവൻ, പ്രകൃതിയെ മുഴുവൻ വായിക്കാൻ പറ്റും. മറ്റുള്ളവരെ വായിക്കാൻ പറ്റും. അങ്ങനെ മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോടെ പെരുമാറാൻ പറ്റും. ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ എന്ന ഭാവം കൊണ്ട് നടക്കുമ്പോൾ നല്ല വായന അനുഭവമുള്ള വ്യക്തിക്ക് അങ്ങനെ ഉണ്ടാവില്ല. ഞാനെന്ന ഭാവം ഉണ്ടാവില്ല. കാരണം അവന് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ കാഴ്ചകൾ കാണാൻ സാധിക്കും. നമ്മളിൽ നിന്ന് മാറി നിന്ന് വേറിട്ട് കാണാൻ സാധിക്കുമ്പോഴാണ് നല്ല ജീവിത വിജയങ്ങൾ ഉണ്ടാവുക. അപ്പം നമ്മുടെ ജീവിതം മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതവും നിർമ്മിക്കുന്നവനായി നമ്മൾ മാറും. മനസ്സിലായോ? അതും സന്തോഷകരമായ ജീവിതം. ഇപ്പൊ സന്തോഷകരമായ ജീവിതം മറ്റുള്ളവർക്കും നമുക്കും നൽകാൻ വായന കൊണ്ട് സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, വായന ശീലമാക്കുക എന്നുള്ളതാണ്. വായന ശീലമാക്കുക. എന്താ നമ്മൾ വായിക്കേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വായിക്കുക, ഇഷ്ടമുള്ളത് വായിച്ചു തുടങ്ങുക. എങ്കിലേ ആസ്വാദ്യകരമായ വായന അനുഭവം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ചില ആൾക്കാർ കഥയാവും ഇഷ്ടം, കവിതയാവും ഇഷ്ടം, സാഹസികമായ പുസ്തകങ്ങളോടായിരിക്കും താല്പര്യം, ഡിറ്റക്റ്റീവായ പുസ്തകങ്ങളായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങളായിരിക്കും, അതുമല്ലെങ്കിൽ സ്പോർട്സ് ആയിരിക്കും. എന്തായിക്കോട്ടെ, നിങ്ങളുടെ അഭിരുചി കണ്ടെത്തി അതിൽ വായിച്ചു തുടങ്ങുക. ആദ്യം ചെറിയ മടുപ്പുണ്ടാവും. പിന്നെ നമുക്കതിൽ നമ്മളങ്ങനെ അഡിക്റ്റായിട്ട് മാറും.
അപ്പോൾ ഒരു രുചിയിൽ നിന്ന് മറ്റൊരു രുചിയിലേക്ക്, സാഹസികതയിൽ നിന്ന് യാത്രാ വിവരണത്തിലേക്ക്, കഥയിലേക്ക്, ലേഖനത്തിലേക്ക്, കവിതയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. കാരണം എപ്പോഴും ഒരു രുചി നമുക്ക് ഇഷ്ടാവില്ലല്ലോ. നമ്മൾ മാറി 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 വായനയുടെ എല്ലാ ലോകങ്ങളും കാണുന്ന, എല്ലാ കാഴ്ചകളും കാണുന്ന ആളുകളായിട്ട് നമ്മൾ മാറും. രണ്ടാമത് പറയാനുള്ളത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഒരല്പം അകന്ന് നിൽക്കുക. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ക്ലബ് ഹൗസ്. കാരണം ഇതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ കാഴ്ചകളെ, നമ്മുടെ ജീവിതത്തെ വളരെ ലളിതമായി സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. അതിൽ നിന്ന് ഇത്തിരി മാറി നിന്നാൽ നമുക്കറിയാം ഇഷ്ടം പോലെ സമയം കിട്ടും. അപ്പോൾ വായനാനുഭവം കൂടുതൽ നമുക്ക് ലഭ്യമാവും. മൂന്നാമത് പറയാനുള്ളത്, ചവച്ചരച്ച് ദഹിക്കാൻ പാകത്തിൽ നൽകപ്പെടുന്ന സിനിമ, TV അത്തരത്തിലുള്ള കാഴ്ചകളേക്കാൾ വായനയുടെ സങ്കല്പ ലോകത്തിന് കൂടുതൽ മികവുണ്ടെന്ന് തിരിച്ചറിയുക. TV-യിലൂടെ നമ്മൾ കാഴ്ചകൾ കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് ചവച്ചരച്ചിന് തന്നിരിക്കുക, ഇങ്ങനെ വിഴുങ്ങിയാൽ മതി. പക്ഷെ അങ്ങനെയല്ല, വായിക്കുമ്പോൾ ഇതൊന്നും നമുക്ക് കാണുന്നില്ലല്ലോ, നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ വായന കുറിപ്പുകൾ തയ്യാറാക്കുന്നതും പുസ്തകങ്ങൾ വിശകലനം ചെയ്യുന്നതും പുസ്തക പുനർവായനകളും വായനയെ വേറിട്ട അനുഭവമാക്കുന്നു. വായനയെ കേവലം അറിവ് മാർഗമായി കരുതാതെ മാനുഷിക ഭാവത്തെ ഉണർത്തുന്ന വികാരമായി വേണം കരുതാൻ. അതൊരു പ്രവൃത്തിയായിട്ട് നമ്മൾ കരുതരുത്. നമ്മളുടെ മാനുഷിക ഭാവത്തെ ഉയർത്തുന്ന ഹൃദയം കൊണ്ടുള്ള ഒരു പ്രവർത്തനം, തലച്ചോറ് കൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല വായന. അത് മാത്രമല്ല വായന, തലച്ചോറും ഹൃദയവും ഒരുമിച്ച് ചേർക്കുന്ന വളരെ റെയറായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് വായന. അതുകൊണ്ടാണ് വായന മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോടും അധ്യാപകരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്. വിദ്യാർത്ഥികളെ, കുട്ടികളെ വായന ശീലിപ്പിക്കുക. അവർക്ക് പുസ്തകങ്ങൾ സമ്മാനിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അക്കാദമിക് ആയിട്ടുള്ള ഒരു വളർച്ചയല്ല പലപ്പോഴും ഒരു വിദ്യാർത്ഥിയെ, ഒരു കുട്ടിയെ ഒരു മനുഷ്യനാക്കുന്നത്. അവന് മികച്ച ജീവിത വിജയം നൽകുന്നത് അക്കാദമിക് ആയിട്ടുള്ള മികവുകൾ മാത്രമല്ല. ഒന്നറിയേണ്ടതുണ്ട്, അക്കാദമിക അറിവുകൾക്കപ്പുറത്ത് കലയെയും സാഹിത്യത്തെയും തിരിച്ചറിയുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ കാണുന്നത് അവൻ ഇനി ജീവിക്കാൻ പോകുന്ന ലോകത്തെയാണ്. ഈ ലോകത്തിൽ അവന് മുൻപിലുള്ള വെല്ലുവിളികളെയാണ് അവൻ തിരിച്ചറിയുന്നത്. അത്തരത്തിൽ വെല്ലുവിളികളെ തിരിച്ചറിയാൻ, അതിനെ നേരിടാൻ അവനെ പ്രാപ്തനാക്കുന്നത് പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ ഒരുപാട് ആളുകളുടെ അറിവുകളാണ്, ഒരുപാട് ആളുകളുടെ ആത്മസങ്കടങ്ങളാണ്. അതിലൂടെ അവൻ ലോകത്തെ തിരിച്ചറിയുന്നു, ജീവിക്കേണ്ടതെന്ന് തിരിച്ചറിയുന്നു. ജീവിതമെന്ന കല സാധ്യമാക്കാൻ വായന നൽകുന്ന പാഠം വളരെ വലുതാണ്. തീർച്ചയായിട്ടും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പൊതുജനത്തിൻ്റെയും ഒരു പിന്തുണ കൂടിയേ തീരൂ വായനയിൽ. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഓൺലൈൻ റീഡിങ്ങിനെ കുറിച്ചാണ്, ഇലക്ട്രോണിക് റീഡിങ്ങിനെ കുറിച്ചാണ്. തീർച്ചയായും സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളെ നമുക്ക് തള്ളിക്കളയാനാവില്ല. അത് മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഐപോഡുകളായിക്കോട്ടെ, ഇത്തരം ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വായിക്കുക എളുപ്പമാണ്, വായനയെ സഹായിക്കുന്ന ഘടകവുമാണ്. പക്ഷേ ഒരു കുഞ്ഞു കാര്യം എനിക്ക് പറയാനുള്ളത്, പുസ്തക വായന നൽകുന്ന മനോഹരമായ അനുഭവം ഇതിലും വളരെ വലുതായിരിക്കും. ഒരു പുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ അക്ഷര താളുകളിലൂടെ നമ്മൾ കൈകൾ ഓടിച്ചുകൊണ്ട് വായിക്കുമ്പോൾ നൽകുന്ന വളരെ നാച്ചുറലായിട്ടുള്ള ഒരു വികാരം അത് പറഞ്ഞ് അറിയിക്കാനാവില്ല. തീർച്ചയായിട്ടും പുസ്തകങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ്. പുസ്തകങ്ങളെ ശേഖരിക്കുന്നത് ഒരു നിധി പോലെ കരുതേണ്ടതാണ്. വരും തലമുറയ്ക്ക് സൂക്ഷിക്കാൻ, അവർക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ തീർച്ചയായും പുസ്തകങ്ങൾ സഹായിക്കും. സാങ്കേതിക വിദ്യയെ തള്ളിപ്പറയുകയല്ല ഞാൻ ചെയ്യുന്നത്. സാങ്കേതിക വിദ്യയോടൊപ്പം പുസ്തകങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള വായനാ അനുഭവവും 10 മടങ്ങ് വായനയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വായന നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തെ വളരെയധികം സഹായിക്കും. നമ്മുടെ അക്കാദമിക്കായ പാഠഭാഗങ്ങളെ ഓർമ്മിച്ചെടുക്കാൻ നമുക്ക് സഹായിക്കും. ഓർമ്മകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലേ, ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. നമ്മുടെ പ്രധാനപ്പെട്ട പരാതിയോ അതാണ്, ഞാൻ മറന്നുപോയിരിക്കുന്നു പലതും എന്നുള്ളത്. വായന നമ്മുടെ ചിന്തകളെ ഉണർത്തുന്നത് കൊണ്ട്, നമുക്ക് വേറിട്ട അനുഭവങ്ങൾ സമ്മാനിക്കുന്നതുകൊണ്ട് ഓർമ്മകൾ ഉണ്ടാക്കുവാൻ വായന സഹായിക്കുന്നു. വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ വായന സഹായിക്കുന്നു. ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ, അല്ലേ? നമുക്ക് രുചികരമായ ഒരു ഭക്ഷണമാണ് ബിരിയാണി. പക്ഷേ സന്തോഷ് എച്ചിക്കാനം എന്ന കഥാകൃത്തിന്റെ പ്രശസ്തമായൊരു കഥയുണ്ട്, ബിരിയാണി. ആ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ, ആ കഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമല്ല തോന്നുക, സങ്കടം തോന്നുക. കാരണം ആ ബിരിയാണി ദാരിദ്ര്യത്തിന്റെ കഥയാണ് പറയുന്നത്. വിശപ്പ് മൂലം മരിച്ചുപോയ
ഒരു പെൺകുട്ടിയുടെ പിതാവിൻ്റെ ഓർമ്മകളാണ് ആ ബിരിയാണി. അതുകൊണ്ട് ബിരിയാണി എന്ന കഥ നമുക്ക് സങ്കടം നൽകും, ബിരിയാണി എന്ന വിഭവം നമുക്ക് സന്തോഷം നൽകും. അങ്ങനെ ഒരു കാര്യത്തെ തന്നെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകാൻ വായനയ്ക്ക് കഴിയുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ പഠന അനുഭവത്തെ മികച്ചതാക്കാൻ വായനാ അനുഭവങ്ങൾ സഹായിക്കുന്നു. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനഭാഗത്തെ, പാഠ്യഭാഗത്തെ ഉപയോഗപ്പെടുത്താം. ഇനി ഞാൻ നിങ്ങൾക്ക് വായിക്കാനുള്ള കുറച്ച് പുസ്തകങ്ങൾ നിർദ്ദേശിക്കട്ടെ. ഇത് തന്നെയാണ് വായിക്കേണ്ടതെന്നല്ല, എൻ്റെ ചില നിർദ്ദേശങ്ങൾ മാത്രമാണ്. വായിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച്, ആളുകളെ സംബന്ധിച്ച് പതുക്കെ വായനയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടിപ്പ്. ആദ്യത്തെ പുസ്തകമായിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ പറഞ്ഞു പോകാം. ഉണ്ണിക്കുട്ടൻ്റെ ലോകം, നന്ദനാർ. മനസ്സറിയും യന്ത്രം, പി നരേന്ദ്രനാഥ്. ടോട്ടോ ചാൻ, തെൽസുഗോ കുറിയോനഗി. ഗളിവരുടെ യാത്രകൾ, ജൊനാഥൻ സ്വിഫ്റ്റ്. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ, റോബിൻസൺ ക്രൂസോ, ഡാനിയൽ ഡിഫോ. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, ജവഹർലാൽ നെഹ്റു. കഥാസരിത് സാഗരം, മാലി. ഐതിഹ്യമാല, കൊട്ടാരത്തിൽ ശങ്കുണ്ണി. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ, മഹാത്മാഗാന്ധി. എൻ്റെ ആത്മകഥ, ചാർലി ചാപ്ലിൻ. ജ്വലിക്കുന്ന മനസ്സുകൾ, APJ അബ്ദുൽ കലാം. ഞാൻ മലാല യൂസഫായി. എൻ്റെ ജീവിതകഥ, സച്ചിൻ തെണ്ടുൽക്കർ. ഇതൊക്കെ വായനയുടെ ലോകത്തേക്ക് വരാൻ നിങ്ങളെ സഹായിക്കുന്ന പുസ്തകങ്ങളാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ വായിച്ചിരിക്കേണ്ട ചില പുസ്തകങ്ങളിൽ ചിലതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിനും അപ്പുറത്ത് രാമായണവും മഹാഭാരതവും ഗ്രീക്ക് പുരാണ കഥാസാഗരവും 1001 രാവുകളും ഒക്കെ നിങ്ങളുടെ വായനയെ മനോഹരമാക്കുന്ന പുസ്തകങ്ങളാണ്. ഇനി കവിതകളാണെങ്കിലോ, കുഞ്ഞുണ്ണി മാഷിൻ്റെ കുട്ടി പെൻസിൽ പോലുള്ള കവിതകൾ, ഇളം ചുണ്ടുകൾ, G ശങ്കരക്കുറുപ്പിൻ്റെ വൈലോപ്പള്ളിയുടെ പച്ചക്കുതിര, ഉറൂബിൻ്റെ ബാലകവിതകൾ, കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചതന്ത്രം കിളിപ്പാട്ട്, അങ്ങനെയുള്ള കവിതകളൊക്കെ കവിതാലോകത്തേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന പുസ്തകങ്ങളാണ്. തീർച്ചയായിട്ടും ഓരോരുത്തരുടെ വായനാ അനുഭവങ്ങളും വായനാ രീതികളും വായനാ രുചികളും വ്യത്യസ്തമായിരിക്കും. നിങ്ങളെ തന്നെ തിരിച്ചറിയുക. നിങ്ങളെ സഹായിക്കാൻ അധ്യാപകരും രക്ഷാകർത്താക്കളും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വായനയെ ഓർത്തിരിക്കുക, വായനയെ നെഞ്ചോട് ചേർക്കുക. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ വായന എന്നത് മനുഷ്യനിലെ തിരിച്ചറിവിൻ്റെ ഉദാത്തമായ ഒരു ഭാവം തന്നെ എന്ന് പറയാം. ഒക്കത്തിനെയും അതിൻ്റെ നന്മയിൽ കാണാൻ കഴിയുന്ന ഭാവം. അപ്പോഴാണ് വായന മനോഹരമാകുന്നത്. വായിച്ച് കഴിഞ്ഞ് മനസ്സിൽ ബാക്കിയാവുന്ന ചിന്തകളാണ് യഥാർത്ഥത്തിൽ വായനയെ ഗൗരവമുള്ളതാക്കുന്നത്. ഇവിടെയാണ് യുവതിയുടെ ചിന്തകളിൽ ആവേശത്തിൻ്റെ, പ്രതീക്ഷകളുടെ നക്ഷത്രത്തിലക്കം തീർക്കാൻ വായനയ്ക്ക് കഴിയുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, വായന തീർക്കുന്ന ബോധം നൽകുന്ന ചില ഉൾക്കാഴ്ചകളുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് ദർശിക്കാനാകാത്ത ചില ചിത്രങ്ങൾ. അതാണ് നമ്മെ യുക്തിയുള്ളവരും ധാർമ്മികതയുള്ളവരുമാക്കുന്നത്. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, കാണാൻ കഴിയുന്നത് മാത്രമല്ലേ സത്യം? അതല്ലേ യുക്തി? അപ്പോൾ ഗുരു പറഞ്ഞു, അല്ല, ചിലത് നമുക്ക് കാണാൻ കഴിയില്ല, എന്നാൽ അതിൽ സത്യം ഇല്ലാതാകുന്നില്ല. ഗുരു തുടർന്ന് പറഞ്ഞു, ഞാനൊരു ഉദാഹരണം പറയാം. നീ ആ കാണുന്ന ചക്കകളിലേക്ക് നോക്കൂ. അവിടെ എത്ര ചക്കകളുണ്ടെന്ന് പറയാമോ? 8 ചക്കകൾ. ശിഷ്യൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു, അതിന് 8 എവിടെ? നീ ചക്കകൾ മാത്രമല്ലേ കാണുന്നുള്ളൂ. 8 എന്നത് കാണുന്നില്ലല്ലോ. 8 എന്നത് ഉള്ളിലുളവാകുന്ന ബോധമാണ്. സുഹൃത്തുക്കളെ, ബോധം കൊണ്ട് മാത്രം തിരിച്ചറിയുന്ന ചിലതുകളുണ്ട്. അത് സാധ്യമാകുന്ന വായനയുടെ മഹത്വം നാം കൂടെ കൂട്ടുക. വായന യഥാർത്ഥത്തിൽ നമ്മളെ ബോധമുള്ളവരാക്കുന്നു, ഉൾക്കാഴ്ചകൾ സമ്മാനിക്കുന്നു, എല്ലാവരെയും എല്ലാറ്റിനെയും വായിക്കാൻ പഠിപ്പിക്കുന്നു, അതിലൊക്കെ നന്മ കാണുന്ന ദേവശില്പിയാക്കുന്നു. മനസ്സിൽ മഞ്ഞു പെയ്യുന്ന എല്ലാ സമയങ്ങളിലും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ജീവിതം ശരിയായി വായിക്കാൻ കഴിയട്ടെ. അതിന് വഴികാട്ടിയായി വായന നക്ഷത്രം നിങ്ങൾക്ക് മുന്നിൽ തെളിയട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വായനാ ദിനം നമ്മൾ ആചരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു പേരുണ്ട്. ഇന്നത്തെ വായനാ ദിനത്തിന് കാരണമായ ഒരാൾ, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് PN പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണെന്ന്. വായനയെ സ്നേഹിക്കാൻ, ഗ്രന്ഥശാലകളെ ഉയർത്താൻ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. കേരളത്തിൽ ഇത്രയധികം ലൈബ്രറികൾ ഉണ്ടാവാനുള്ള കാരണം ഈ മനുഷ്യൻ്റെ പ്രവർത്തനം തന്നെയാണ്. PN പണിക്കരുടെ ചരമദിനം. ഈ ദിനത്തിൽ, ഈ വായനാ ദിനത്തിൽ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നമുക്ക് ഈ വേദി ഉപയോഗിക്കാം. PN പണിക്കരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പകച്ചു നിൽക്കുകയാണല്ലേ. നമ്മൾ തടവിലാക്കപ്പെട്ട ആളുകളാണ്. മുഖം പോലും കാണാതെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. പരസ്പരം കാണാതെ മിണ്ടാതെ ഒക്കെ ജീവിക്കുന്നു. അനിൽ പനച്ചൂരാന്റെ വരികൾ ഓർമ്മ വരുന്നു. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്ക് കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. വഴിവിളക്ക് കണ്ണു ചിമ്മുന്ന, വഴി കാട്ടാൻ ആരുമില്ലാതെ വരുന്ന ഈ കാലഘട്ടങ്ങളിൽ
എന്ത് പാഴണമെന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ വായനാ അനുഭവങ്ങൾ തീർച്ചയായിട്ടും അതിനൊരു മനോഹരമായ പരിഹാരം നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഏകാന്തതയുടെ ഈ കാലഘട്ടങ്ങളിൽ, ഒറ്റപ്പെടലുകളുടെ ഈ കാലഘട്ടങ്ങളിൽ തീർച്ചയായും ഉപയോഗപ്പെടുത്തുക വായനയുടെ സുഖകരമായ ലോകത്തേക്ക്. ഹൃദയവും തലച്ചോറും ഒരുപോലെ സംവേദിക്കുന്ന, ഒരുപോലെ ഇടപെടുന്ന ഈ മനോഹരമായ പ്രവർത്തനം ജീവിതത്തിൻ്റെ വഴികളിൽ ഒരു തിരിയായി കത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും വായനയുടെ മനോഹരമായ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഈ വായനാ ദിനം അതിന് കാരണമാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു. ഈ വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ എല്ലാ ശക്തിയോടും കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വായനാ ദിനത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾ ഇതുവരെ കേട്ടത് അക്ഷരങ്ങൾ പറയുന്നതും നക്ഷത്രങ്ങൾ മിന്നുന്നതും വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. നിർവഹണം വിജോഷ് സെബാസ്റ്റ്യൻ.